ചെക്കനെ കുളിപ്പിക്കാൻ വേണ്ടി പുഴയിൽ വന്നിരിക്കുകയാണ്. അത് അവിടെ ചെക്കൻ കുളിച്ചുകൊണ്ട് കിടക്കുന്നത്. നമ്മളെ തറവാടിൻ്റെ പുഴയൊക്കെ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അത് തൊട്ടടുത്ത് ഈ റോഡിൻ്റെ അപ്പുറത്ത് വീടും ഇപ്പുറത്ത് പുഴയാണ്. അത് അവിടെ ചെക്കൻ കുളിക്കുകയാണ്. ഇന്ന് ആദ്യരാത്രി ആഘോഷിക്കാൻ വേണ്ടി ചെക്കനെ കുളിപ്പിക്കുന്ന ചടങ്ങാണ്. ഇന്ന് പുഴയിൽ തന്നെ പോയി കുളിക്കണം കേട്ടോ. പുഴയിൽ കുളിച്ച് വന്നിട്ട് തിരിച്ച് കയറി വരുമ്പോൾ നമ്മൾ കയറ്റിവിടില്ല, പൈസ തന്നാലേ കയറ്റിവിടുള്ളൂ. കുറേ ചിരിപ്പിക്കുന്നതും കൗതുകം നിറഞ്ഞതുമായ ചടങ്ങുകളാണ് ഇന്നുള്ളത്. ചുറ്റിങ്ങോട്ട് ഡോറിൻ്റെ അടുത്ത് കയറുമ്പോൾ ഏടത്തിയമ്മ പൈസ. അപ്പോൾ ഇന്ന് നമ്മൾ തറവാട്ടിലേക്ക് പോകുന്നത്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ചത്തെ ഓരോ പരിപാടി ആയിരിക്കുന്നത്. അപ്പോൾ ഇന്നും ഒരു പരിപാടിയുണ്ട്. നമ്മളെ ഫാമിലിയിലെ കുറച്ച് പേര് മാത്രം, നമ്മുടെ ഫാമിലി, അടുത്ത ഫാമിലി, കാരണം അച്ഛൻ്റെ സഹോദരങ്ങളൊക്കെ ഇവർ 5 പേരാണ്. 5 ആങ്ങളെയും ഒരു പെങ്ങളാണ്. അപ്പോൾ ആ 6 പേരും അവരുടെ ഭാര്യ ഭർത്താക്കന്മാർ, അവരുടെ മക്കൾ, അങ്ങനെ അവർ മാത്രം ചേർന്നിട്ട് മാള് പോരും. ജസ്റ്റ് ഇതാ മാള് ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ നാളെ പോയിട്ടില്ല. നാളെ ഞായറാഴ്ച സൺഡേ ലീവ് ഉള്ളതുകൊണ്ട് അവരുണ്ട്. നാളെ പോകുള്ളൂ. അപ്പം നമ്മൾ ഇന്നും പോവുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം അവർക്കൊരു ചടങ്ങുണ്ട്. അതിനും എനിക്ക് പോകണം. അന്ന് കുറേ കടികളൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും. അത് നമുക്ക് പോയിട്ട് കാണാം കേട്ടോ. അപ്പം എന്താണ് അവിടെ വിശേഷം എന്നൊക്കെ പോയി കാണാം. ഓക്കെ. അപ്പം നമ്മൾ ചെക്കനെയും കൊണ്ട് പുഴയിൽ കുളിപ്പിക്കാൻ പോവുകയാണ്. ആ പോകുന്ന സമയത്തുള്ള ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത്. ഇതെന്താ ചെയ്തതെന്നറിയാം? ഇത് നമ്മൾ കാലിൽ തേക്കുന്നില്ലേ, ഒളത്ത ചുവപ്പ്, അത് കലക്കി ഒരു ബക്കറ്റിൽ വെച്ചിട്ട് അത് ചെക്കൻ്റെ മുകളിലേക്ക് ഒഴിക്കണം. ചേർത്തമ്മ ഒഴിക്കുമ്പോൾ ചെക്കൻ ഓടണം. ആ സീനാണ് അവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ ഏടത്തിയമ്മ ചെക്കനെ കുളിപ്പിക്കാൻ കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞമ്മ അവിടെ കഴുകുന്നുണ്ട്, എന്തോ തുണി പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇവിടെ നിൽക്കുക, ഞാൻ തോർത്തെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ഓടുന്നിടത്ത് തോർത്തെടുക്കാൻ വിട്ടു. വീട് റോഡിൻ്റെ അപ്പുറം ഇപ്പുറമാണ്, പുഴ ഇപ്പുറത്തും ഇപ്പുറത്ത് വീടുമാണ്. ഇത് കുറേ ചെക്കന്മാരൊക്കെ അവിടെ കുളിക്കാൻ നിന്നാണ്. അപ്പോൾ ഞാനിനി തോർത്തൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കല്ലിൽ വലിയ പുഴയാണ് കേട്ടോ. ഇവിടെ നല്ല കാറ്റും നല്ല രസമാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മളെ കല്യാണ ചെക്കൻ്റെ ആദ്യ രാത്രിയാണ് ഇന്ന്. കുളിക്കുകയാണ്, നല്ല തേച്ചൊരച്ച് നല്ല കുളിച്ച്. ഇന്ന് കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട്. ചെക്കനെ കുളിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, അവിടുന്ന് ഒളത്ത കലക്കിയ ഒരു ബക്കറ്റിൽ വെള്ളം, മഞ്ഞളും ഒക്കെ കലക്കിയ വെള്ളം തൊഴിക്കുന്നതും ചെക്കൻ വന്ന് കുളിക്കുന്നതും. പിന്നെ ചെക്കൻ കുളിച്ച് വന്നിട്ടൊരു ചടങ്ങുണ്ട്. ചെക്കനെ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടില്ല. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു എടുത്ത ഫോട്ടോയാണ്. ഇനി ചെക്കനെ കയറ്റി വിടില്ല. അവിടെ പണ്ട് കാലത്തൊക്കെ ചെക്കനെ ഇങ്ങനെ കെട്ടിയിടും പോലും, കയറ് കൊണ്ട് കെട്ടിയിടും. പൈസ കൊടുത്താലേ കയറ്റി വിടുള്ളൂ എന്ന്. കാരണം ഇന്ന് ചെക്കൻ്റെ ആദ്യ രാത്രിയാണ്. ആദ്യ രാത്രിയിൽ നിന്ന് നമ്മുടെ അവിടെ ആദ്യ രാത്രി, ഇവിടെ 4 നൈറ്റ് എന്നാണ് പറയുക. 4ാമത്തെ ദിവസമാണ്. പെണ്ണിനെ കൂടെ കിടത്തില്ല, പെങ്ങളെ കൂടി അമ്മേൻ്റെ കൂടെ ആയിരിക്കും പെണ്ണ് കിടക്കുക. 4ാമത്തെ ദിവസത്തെ ഈ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമേ ചെക്കനെയും പെണ്ണിനെയും ഒന്നിച്ച് കിടത്തുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളവിടെയൊക്കെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയൊക്കെ നമ്മളവിടുത്തെ ഫസ്റ്റ് നൈറ്റ്, ഇവിടുത്തെ 4 നൈറ്റാണ്. ഇവിടെ 4 നൈറ്റ് എന്നാണ് പറയുക. ഇപ്പം അതൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. എന്നാലും ആ ചടങ്ങ് അവരെന്തായാലും ചെയ്യും കേട്ടോ. ആ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അപ്പം നമ്മൾ പോകുമ്പോൾ അവരവിടെ റെഡിയായി നിൽക്കും. കയറ് കൊണ്ട് കെട്ടുമൊന്നുമില്ല, പക്ഷെ തടഞ്ഞ് നിർത്തിയിട്ട് പൈസ ചോദിക്കണം എന്നാണ്. പൈസ കൊടുത്താലോ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ എന്നാണ്. അപ്പോൾ നമുക്കത് കാണാം കേട്ടോ. ചെക്കനെ കുളിപ്പിക്കാൻ വേണ്ടി പുഴയിൽ വന്നിരിക്കുകയാണ്. അത് അവിടെ ചെക്കൻ കുളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പോയിട്ട് ചെറിയ വേറൊരു ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. ഇതാ നമ്മളെ തറവാടിൻ്റെ പുഴയൊക്കെ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അത് തൊട്ടടുത്ത് ഈ റോഡിൻ്റെ അപ്പുറത്ത് വീടും ഇപ്പുറത്ത് പുഴയാണ്. ഇത് അവിടെ ചെക്കൻ കുളിക്കുകയാണ്. അവിടുന്ന് വിളിച്ച് പറയണത് ചെക്കൻ വരുന്നതെന്ന്. ഞാൻ വീഡിയോ എടുത്തിട്ട് ചെക്കനെ കൂട്ടിയിട്ട് പോകണം, ഒറ്റയ്ക്ക് വിടരുത്. അപ്പോൾ അതാ ഞങ്ങൾ അവിടെ പോകുമ്പോഴേക്ക് കണ്ടോളണേ, ഇവിടെ കയറൊക്കെ കെട്ടി വെച്ചിട്ട്. ഇപ്പോൾ ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇതാ കണ്ടോ, വീട് ഇപ്പുറത്ത് പുഴ, ഒരു തിണ്ടിൻ്റെ അപ്പുറം ഇപ്പുറമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, റിസപ്ഷൻ വീഡിയോയിൽ പറഞ്ഞില്ലേ, ആ മരത്തിൻ്റെ ഇപ്പുറത്ത് പുഴയാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഒരു വീട് ഇതാ കാണുന്നതാണ് നമ്മളെ വീട്, ഇപ്പുറത്ത് പുഴ, അങ്ങനെ ഇതേ ഉള്ളൂ. വലിയ തിണ്ടാണ്, കാരണം മഴയായി കഴിഞ്ഞാൽ വെള്ളം കയറും.
അതുകൊണ്ട് വലിയ തിണ്ട് കെട്ടിയിരിക്കുകയാണ് ഇപ്പുറത്തേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴേക്ക് ഇറങ്ങി പോകണം പുഴയിലേക്ക്. ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ഒരു ചേച്ചി മഞ്ഞൾ വെള്ളം എടുത്തൊഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് കയറൊക്കെ പിടിക്കാൻ വേണ്ടി, ഞാനും പിടിക്കണം പോലും. ഇതിവിടെയാണ് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ കല്യാണത്തിൻ്റെ അന്ന്, പിന്നെ റിസപ്ഷൻ്റെ അന്ന്. ഇതാകണ്ടോ ഒരു ചേച്ചി മഞ്ഞളെടുത്ത് റോഡിന്ന് വെള്ളം ഒഴിക്കാൻ. അപ്പോഴത്തേക്ക് ഇവിടെ ഇത് കണ്ടോ, കയറൊന്നും കെട്ടുന്നില്ല, അവിടെ കിട്ടിയ ഒരു പൈപ്പ് പിടിച്ച് ഇങ്ങനെ തടഞ്ഞു നിർത്തുകയാണ്. അപ്പം എന്നോട് പറഞ്ഞു നീ പിടിക്കുക എന്നിട്ട് എന്നെക്കൊണ്ട് അവിടെ പിടിപ്പിച്ചു. എന്നിട്ട് പൈസ നമ്മൾ കൊടുത്താലേ കയറ്റി വിടുള്ളൂ എന്ന്. അപ്പോൾ ചെക്കനോട് നേരത്തെ പറഞ്ഞുകൊണ്ട് ചെക്കൻ പൈസയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ തരികയാണ് പൈസ. ഞാൻ ഇവരുടെ മൂത്ത ഏടത്തിയാണല്ലോ, ഇത് ഇപ്പുറത്തുള്ളത് ഒരു ഏടത്തിയാണ്. അപ്പോൾ എനിക്ക് പൈസയും തന്നിട്ട് പിന്നെ എന്തോ നമ്മളിങ്ങനെ എന്തോ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി പോവുകയാണ് ചെറുക്കനെ. ഇനി അവിടെ ചെന്നിട്ട് ഇനി പെണ്ണിനെയും കൂടെ കൂട്ടിയിട്ട് രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് ഒരു ചെറിയ കർമ്മങ്ങളും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബഹുരസമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഇതുവരെ ലൈഫിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ എനിക്കിതെല്ലാം ഭയങ്കര ഇതായിരുന്നു. എനിക്ക് ചിരിയും വരുന്നുണ്ട്. എന്തൊക്കെ അവർ കാണിക്കുന്നത്, എന്തൊക്കെയോ ഒരു ഇതായിരുന്നേ. പക്ഷേ എന്ത് ചെയ്യാനാ, ഈ ഇത് ഇവിടെ കണ്ടോ ശംഖൂന്നൊക്കെ. അപ്പം മോള് കുട്ടികളെ ഇവിടെ ബലൂണൊക്കെ പിടിക്കാൻ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതവിടെ പെണ്ണിനെയും ഇവിടെ എന്തെല്ലോ ഈ ഷാളൊക്കെ ഇട്ട് പെണ്ണിനെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ മോള് വീഡിയോ എടുത്ത് വരുമ്പോഴേക്ക് ഇത് ചെക്കൻ്റെ പെങ്ങൾ കറി വറവിടാൻ വേണ്ടിയിട്ട് വറവിടാനുള്ള എല്ലാം ഒരുക്കാണ്. പുറത്ത് കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാനവിടെ അടുക്കളയല്ല, നമ്മൾ ബാക്കിൽ ഞാനും ചേട്ടനും കൂടി ആ കറിയൊക്കെ ഉണ്ടാക്കി. ചെക്കൻ കുളിച്ച് വന്നപ്പോൾ കുളിച്ചിട്ട് ഇങ്ങോട്ട് ഡോറിൻ്റെ അടുത്ത് കയറുമ്പോൾ ഏടത്തിയമ്മ പൈസ കഴിക്കണം. അങ്ങനെ തന്നതാണ് ചെക്കൻ 200 രൂപ. തന്നിട്ട് ഇങ്ങോട്ട് കയറ്റി വിടാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് ഇന്ന് ഇവരുടെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ് ഫോർനൈറ്റാണ്. അപ്പം അന്നത്തെ കുറച്ച് ചെറിയ ചടങ്ങുകളാണ്. നമ്മളത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. ഇനിയും കുറേ ചടങ്ങുകളുണ്ട്. പുറത്തേക്കുള്ള ഭക്ഷണമൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചേട്ടൻ ഇത് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ ചോറൊക്കെ ആയി നമുക്ക് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഡാൽമ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഭക്ഷണത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വേറെയും ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ പോക്കറ്റിൽ പൈസ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇത് തീയൊക്കെ കത്തിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഇലകൾ കിട്ടും. ഈ ഇലയും ഒക്കെ ഇട്ടിട്ടാണ്. ഈ വിറക് കുറവാണ്, എന്നാലും വിറകുണ്ട്. കല്യാണത്തിൻ്റെ ആവശ്യത്തിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ വേഗം കത്തിപ്പിടിക്കാൻ വേണ്ടി ഇതുപോലെ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടാവും. ചാക്ക് നിറയെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വേഗം തീ ഇങ്ങനെ കത്തും. അപ്പോൾ കറിയൊക്കെ ആയി. ഇവിടെ ഇത് ചെക്കൻ കുളിച്ച് വന്നപാട് ചെക്കന് ഇവിടെ ഈ കാലിലിങ്ങനെ അളുത്തയിടലും. അപ്പോൾ പെങ്ങളും ഞാനും കൂടിയിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. ഇവിടെയും നോക്കണം, അവിടെ ചെക്കൻ്റെ അവിടെ പൂജയും കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ പെങ്ങളൂട്ടി വറവെല്ലാം കറി വറവെല്ലിട്ട് ഒക്കെ ഒന്ന് ഇളക്കി നോക്കിയിട്ട് നമ്മളത് ഓഫാക്കി വെച്ചിട്ട് വേറെ കുറേ പരിപാടി എല്ലാവരുടെയും കയ്യും എല്ലായിടത്തും എത്തുന്നുണ്ട് കേട്ടോ, അല്ലാതെ ഒരാൾ മാത്രമല്ല. അപ്പോൾ പെങ്ങളൂട്ടി വറവിട്ടു, അപ്പോൾ ചേട്ടനോടെ തീയെല്ലാം കത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറി വലിയ ചെമ്പല്ലേ, പെട്ടെന്ന് ഇറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വറവിട്ട് അവിടെ മൂടി വെച്ചിട്ട് ഇപ്പുറത്തെ ചോറൊക്കെ ആയിരുന്നു. കറിയും ചടങ്ങുകളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ എല്ലാ ചടങ്ങുകളിലും ഞാൻ മെയിനാണ്. ഏടത്തി അവിടെ നിൽക്കണം. ഞാൻ പൈസ പറഞ്ഞില്ലേ, പൈസയൊക്കെ ഏടത്തിക്ക് അവർ സന്തോഷത്തോടെ തരുന്നത്, അത് എന്തായാലും വാങ്ങണം എന്നാണ്. അപ്പോൾ ഇവിടെ കണ്ടോ ചെക്കൻ്റെ കാലിൽ വീണ്ടും അളുത്തിടുന്നത്. ഇന്ന് കുളിച്ച് വന്ന് ഇന്ന് ആദ്യ രാത്രിയല്ല, അപ്പം അതിനുള്ള ചടങ്ങാണ് ഇന്ന്. അപ്പോൾ കാലിൽ അളുത്തൊക്കെ ഇട്ടിട്ട് ഇനി ചെക്കനെയും പെണ്ണിനെയും ഇരുത്തിയിട്ട് ചെറിയ ചടങ്ങുകളൊക്കെ ഉണ്ട്. അന്ന് കെട്ടിയില്ലേ ഒരു കെട്ട്, ആ കെട്ടൊക്കെ കഴിക്കുന്ന ഇന്നാണ്. അങ്ങനെ ഇന്ന് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ പെങ്ങൾ എൻ്റെ നാത്തൂന് തേങ്ങ പൊട്ടിക്കുകയാണ്. ഇവിടെ ഓരോ പണികൾ അപ്പുറത്തുമുണ്ട്. അപ്പം ആളും അവിടെ നിൽക്കുന്നുണ്ട്. ഇത് എൻ്റെ അനിയൻ്റെ മോള് വർഷ, ചെക്കൻ അവിടെ റെഡിയാക്കുന്നുണ്ട്. എല്ലാം ബഹളങ്ങളാണ്. നമ്മളെ ഫാമിലീസ് എല്ലാം ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഫുഡ് ശരിയാക്കണം. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഇതിലാണ്. അപ്പോൾ അതാ മാളും അതാ വിറക് പൊട്ടിക്കുന്നോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ
ഇതാ ഇനി പെണ്ണിനെയും ചെക്കനെയും കൊണ്ടുവരുന്നതാണ്. കണ്ടോ? അന്നിട്ടില്ലേ തലയിൽ, കല്യാണത്തിൻ്റെ അന്ന് തലയിലിട്ട ആ ഷാളും ആ നെറ്റിയിലൊക്കെ ഇങ്ങനെ തലയിലൊക്കെ ഒരു ഇത് വെച്ചില്ല, അതൊക്കെ വെച്ചിട്ട് പെണ്ണിനെ ഇതാ കണ്ടോ മുഖം മൂടിയിരിക്കുന്ന കണ്ടോ. ഇനി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ നേരത്തെ ഇരുന്ന് കുറേ മഞ്ഞളൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചില്ല, അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെക്കനെയും പെണ്ണിനെയും. അപ്പോൾ ആ കെട്ടില്ലേ, ചെക്കനും പെണ്ണിനെയും തമ്മിൽ ഷാൾ തമ്മിൽ കെട്ടിയിട്ടില്ല, അത് ഇട്ടിട്ടുണ്ട്. ആ കെട്ട് അവരെ കൂടെയുണ്ട്. ഈ കെട്ട് അഴിക്കുന്നത് ഇന്നാണ്. ഇപ്പോൾ ഇനി അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസകരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. വീഡിയോ കുറേ ലെങ്ത് ആവും. ഞാനപ്പോൾ അത് കുറച്ചൊന്ന് കാണിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഇവിടെയും ബഹുഗംഗമായിട്ടുള്ള നല്ല രസമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അടുത്ത വീഡിയോ നിങ്ങളെല്ലാവരും മറക്കാതെ കാണണം. ഇന്ന് പൂജാരിയൊക്കെ വരും. ഇവരെ ഒരു ചെറിയ കർമ്മങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ പൂജാരിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ആദ്യ രാത്രിയാണെങ്കിലും എല്ലാ പന്തലിൽ ഇരുത്തിയിട്ടാണ്, പുറത്ത് പന്തലിൽ ഇരുത്തിയിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ പന്തൽ ഇവിടെ ഈ ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് പുറത്ത് പോകണ്ടല്ലോ എന്നിട്ട് നമ്മൾ മുകളിലത്തെ നിലയിൽ ഹാളിൽ ഇങ്ങനെ പന്തൽ പോലെയൊക്കെ ഇത് മണൽ ചാക്കിൽ ഈ മുളയൊക്കെ കുത്തി വെച്ചിട്ട് ഒരു പന്തലിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മളെ ഫാമിലി മാത്രമായിട്ടുള്ള ചടങ്ങുകളാണല്ലോ. അപ്പോൾ അതാ അന്ന് കല്യാണത്തിന് ഇതുപോലെ ഇരുന്നിട്ടില്ലേ ചെക്കനും പെണ്ണും. ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. മറക്കാതെ വെയിറ്റ് ചെയ്ത് കണ്ടോളൂ.